ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഒരു ബീഫ് റോസ്റ്റ് ഉണ്ടാക്കാമെന്ന് വെച്ച് ഒത്തിരി നാളായി കുക്കിംഗ് വീഡിയോ ഒക്കെ ചെയ്തിട്ട്. അന്നേരം ഇന്നിരുന്നപ്പോൾ ഒരു തോന്നൽ ബീഫ് റോസ്റ്റ് വെച്ചാലോ. അന്നേരം നമുക്ക് വീഡിയോയിലേക്ക് നേരെ കിടക്കാം. ഓക്കെ, ഞാൻ 1.5 കിലോ ബീഫ് എടുത്തിട്ടുണ്ട്. എല്ലാം നല്ലതുപോലെ ഒന്ന് കഴുകി വൃത്തിയാക്കി എടുക്കാം. വെള്ളത്തിലിട്ട് വെച്ചാണ്, അതുകൊണ്ട് ചോരമയൊക്കെ ഓൾറെഡി പോയി കഴിഞ്ഞു. ഇനി ഒരു 4 വെള്ളത്തിലൊന്ന് കഴുകി വൃത്തിയാക്കി എടുക്കാം. ഈ ഒരു പരുവത്തിലാണ് കഷ്ണങ്ങളൊക്കെ മുറിച്ചെടുത്തിരിക്കുന്നത്. ഇനി നേരെ കുക്കറിലേക്ക് തട്ടാം ഇതിനെയെല്ലാം കൂടെ. എന്നിട്ട് പാകത്തിന് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം അതിന് ആവശ്യമായിട്ടുള്ളത്. അതിനുശേഷം ശകലം മഞ്ഞൾ പൊടി ചേർത്ത് കൊടുക്കാം. മഞ്ഞളോട് ചേർത്തതിന് ശേഷം ശകലം കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ 1 ടേബിൾ സ്പൂണ് മുളക് പൊടി കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ശകലം മീറ്റ് മസാലയോടെ ചേർത്ത് കൊടുക്കുകയാണ്. ആവശ്യമുണ്ടെങ്കിൽ ഇട്ടാൽ മതി, അല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ഇനി എല്ലാം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ഞാൻ വെള്ളമൊന്നും ചേർക്കുന്നില്ല. വെള്ളം ചേർക്കാതെ തന്നെ കുക്കറി വെച്ച് വേവിച്ചെടുക്കാൻ പോവുകയാണ്. ഇനി അപ്പോൾ ആ വേവുന്ന നേരത്തിന് നമുക്ക് സവാളയൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കാം. ഞാൻ 4-5 മീഡിയം സൈസ് സവാള എടുത്തിട്ടുണ്ട്. റോസ്റ്റ് ആയിട്ട് സവാള കൂടുതലാണ്. ഈ ഒരു കനത്തിലാണ് എല്ലാം അരിഞ്ഞെടുത്തത്. ഇനി പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ചൂടായതിന് ശേഷം എണ്ണ ഒഴിച്ച് കൊടുക്കാം. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തിരിക്കുന്നത്. വെളിച്ചെണ്ണ ശകലം ലാസ്റ്റ് ചേർക്കുന്നുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ സൺഫ്ലവർ ഓയിലിൽ തേങ്ങാക്കൊത്തൊക്കെ ഒന്ന് വറുത്തെടുക്കുകയാണ്. ആ സമയത്ത് നമ്മുടെ ബീഫും വെന്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പുറത്തെ സൈഡിൽ തേങ്ങയും വറക്കാനിട്ടിട്ടുണ്ട്. അത് മൂത്ത് കഴിയുമ്പോഴത്തേനൊന്ന് കോരി മാറ്റി വെക്കാം. കോരി മാറ്റിയതിന് ശേഷം ആ വെളിച്ചെണ്ണയിൽ തന്നെ നമുക്ക് കടുക് വറുക്കാം. കടുക് വറുത്തതിന് ശേഷം ഞാൻ സവാളയെല്ലാം ഇട്ട് കൊടുത്തു. കറിവേപ്പില, പിന്നെ ശകലം പച്ചമുളക് അരിഞ്ഞുണ്ട്, അതോടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ടെല്ലാം നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ജിഞ്ചർ ഗാർലിക് പേസ്റ്റോട് 1 ടേബിൾ സ്പൂൺ ചേർക്കുന്നുണ്ട്. ഇനി ശകലം മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഇറച്ചി മസാല കുറച്ച് ചേർക്കുന്നുണ്ട്. ഇറച്ചി മസാല ഇട്ടതിന് ശേഷം ശകലം കായപ്പൊടി ചേർക്കുന്നുണ്ട്. കായപ്പൊടിക്ക് ശേഷം കുറച്ച് മുളക് പൊടിയോട് മുമ്പ് ഇട്ടിട്ടുണ്ട് വേവിക്കാൻ, അതുകൊണ്ട് ഇതൊരു ടേബിൾ സ്പൂൺ അടുപ്പിച്ചിട്ടിട്ടുള്ളൂ. 1 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുത്തു. ഇതെല്ലാം തേങ്ങാക്കൊത്തോട് ഇട്ടിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ബീഫ് വെന്തത് നമ്മൾ ഇതിലേക്കെടുത്ത് തട്ടുക. എല്ലോടെ ഇളക്കിയിട്ട് അടച്ച് വെച്ചൊന്ന് വേവിച്ചെടുക്കാം 10-15 മിനിറ്റ്. എന്നിട്ടൊന്ന് കുറുകി പറ്റി വരുമ്പോഴത്തേന് എടുക്കാം. ഇപ്പം തിളയ്ക്കുന്നതേ ഉള്ളൂ. ഇനി ഇച്ചിരി വെളിച്ചെണ്ണ ഇതിനകത്ത് ചേർക്കുകയാണ്. 1 ടേബിൾ സ്പൂണ് ആ വെളിച്ചെണ്ണയോടെ ഒഴിച്ച് കൊടുത്തിട്ടൊന്ന് ഇളക്കിയിട്ട് ഇനി ഒന്ന് പറ്റിച്ച് കുറുക്കിയെടുക്കാം.